നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വിസ്മയ കാഴ്ചകളുമായി തൃശൂർ പൂരത്തിന് കൊടിയേറി. രാവിലെ 11 മണിയോടെ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്. തൊട്ടു പിന്നാലെ 11:15 പാറമേക്കാവിലും പൂരം കൊടിയേറ്റ ചടങ്ങ് നടന്നു. പൂരച്ചമയ പ്രദർശനം ഏപ്രിൽ 24-നാണ് നടക്കുക. 26-നാണ് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരം. ഘടകക്ഷേത്രങ്ങളുടെ പൂരം വരവ്, മടത്തിൽ വരവ്, പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം എന്നിവയും പുലർച്ചെ പ്രധാന വെടിക്കെട്ടും പൂരം ദിനം നടക്കും. SC പ്രൊമോട്ടറെ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ച സംഭവം. കുന്നംകുളം നഗരസഭാ കൌൺസിലിൽ ശക്തമായ പ്രതിഷേധം. യോഗം പിരിച്ചുവിട്ടു. കുന്നംകുളം നഗരസഭയിലെ SC പ്രൊമോട്ടറായ ദളിത് യുവതിയെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ജോലി രാജിവെപ്പിച്ച സംഭവത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിലിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളം. പ്രതിഷേധം കനത്തതോടെ ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. യുവതിയെ ഭീഷണിപ്പെടുത്തിയ CPIM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുക, രാജിവെക്കേണ്ടി വന്ന ദളിത് യുവതിയെ അടിയന്തരമായി ജോലിയിൽ തിരിച്ചെടുക്കുക എന്നീ രണ്ടാവശ്യങ്ങളാണ് പ്രതിഷേധിച്ച് കോൺഗ്രസ് BJP അംഗങ്ങൾ മുന്നോട്ടുവെച്ചത്. ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിലെത്തിയ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം കടുപ്പിച്ചു. ഇതോടെ സഭാ നടപടികൾ തടസ്സപ്പെടുകയും നഗരസഭാ കൌൺസിൽ ബഹളത്തിൽ മുങ്ങുകയും ചെയ്തു. ഇതിനിടെ RMP അംഗങ്ങൾ കൌൺസിൽ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുനാളിന്റെ മുന്നോടിയായി 10,000-കണക്കിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചിരിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അടുപ്പുകളുടെ വെഞ്ചിരിപ്പും അടുപ്പ് തെളിയിക്കലും നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടുക്കൂട്ട്, ജോസൻ KA, ജോസഫ് ലിയോ OT, ബാബു KJ, കറിവെപ്പ് കമ്മിറ്റി കൺവീനർ തറയിൽ ലാസർ ജെയിംസ്, അംഗങ്ങളായ കുറ്റിക്കാട്ട് അന്തോണി സേവ്യർ, AV ജോളി, NL സാബു, ഷാജു പുത്തൂർ, VL താഞ്ചപ്പൻ, CV ആന്റോ, CJ റാഫി എന്നിവർ സന്നിഹിതരായിരുന്നു. ജൂബിലി വർഷമായതിനാൽ ഇത്തവണ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ യൗസേപിതാവിന്റെ മധ്യസ്ഥത തേടി ജാതി മത ഭേദമന്യേ 10,000-കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും പാവർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 150-ാം വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ ജൂബിലി തിരുനാൾ ഭക്തിസാന്ദ്രമായ ശുശ്രൂഷകളാലും വർണ്ണാഭമായ ചടങ്ങുകളാലും ശ്രദ്ധേയമാകും. നേർച്ചയൂട്ടും മറ്റ് ചടങ്ങുകളും നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അറിയിച്ചു. ചാലിശ്ശേരി ഗെത്സമൻ പ്രയർ ഫെലോഷിപ്പ് ഹാളിൽ വിശ്വവാണി മിഷണറി മീറ്റ് 2026 നടത്തി. ഞായറാഴ്ച വൈകിട്ട് വിശ്വവാണി മ്യൂസിക് ടീം നടത്തിയ സംഗീത ശുശ്രൂഷയ്ക്ക് ശേഷം വിശ്വവാണി സ്റ്റേറ്റ് കോർഡിനേറ്റർ ബിജു വർഗീസ് വചന സന്ദേശം നൽകി. വിനോദ് പാൽ, റാംപാൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ കോർഡിനേറ്റർ റെജി പാപ്പച്ചൻ, ജില്ലാ ടീം ലീഡർ ഗോഡ്സൺ കളത്തിൽ, സെക്രട്ടറി PC ജേക്കബ്, തൃശൂർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡെന്നി പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. കൺവീനർമാരായ വിജി വർഗീസ്, CV ഷാബു, മാത്യൂസ് ജോബ് എന്നിവർ നേതൃത്വം നൽകി. അബുദാബി മലയാളം സമാജം പ്രസിഡന്റും ഫ്രണ്ട്സ് ADMSന്റെയും കുന്നംകുളം NRI ഫോറത്തിന്റെയും രക്ഷാധികാരിയുമായ സലിം ചിറക്കലും കുടുംബവും ചിറമനങ്ങാട്ടെ കനിവ് എന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. തന്റെ ജീവിതത്തിലെ പൊതുപ്രവർത്തന പാതയ്ക്ക് ഏറെ വഴികാട്ടിയായത് തന്റെ പ്രിയപ്പെട്ട മാതാവാണെന്നും മാതാവ് നബീസയുടെ സ്മരണാർത്ഥമാണ് കനിവിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കനിവ് ചെയർപേഴ്സൺ S ജമീല അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകർ MA കമറുദ്ദീൻ, സലിം ചിറക്കലിന്റെ സഹോദരൻ TM ഷാജി, കനിവ് ട്രസ്റ്റ് ചെയർമാൻ KV അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറി KT അബ്ദു, കമ്മിറ്റി അംഗം സ്മിത മുരളി, K ഫൈസൽ, ഭാഗ്യശ്രീ, ബാപ്പുനു V മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. സലിമിന്റെ മാതാവിന്റെ സ്മരണാർത്ഥം കനിവിലെ അന്തേവാസികൾക്കൊപ്പം സലിം ചിറക്കൽ ആലപിച്ച ഗാനവും വൈറലായി. സ്നേഹവിരുന്നും ഉണ്ടായി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുന്നോടിപ്പറമ്പിൽ 48 വയസ്സുള്ള രാജനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ വീട്ടുപറമ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ രാജനെ ഉടൻ തന്നെ നാട്ടുകാർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അനീഷ ഭാര്യയും അഭയരാജ്, അനുരാജ്, ആദിരാജ് എന്നിവർ മക്കളുമാണ്.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റ് വാർഷികം നടത്തി. ഞായറാഴ്ച വൈകിട്ട് കോട്ടോൾ ചെറുവത്തൂർ ജോയ് അപ്പുട്ടിയുടെ ഭവനത്തിൽ നടന്ന വാർഷികം ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി സിയു ശലമോൻ, കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ജിനു നോബി എന്നിവർ സംസാരിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി സംഗീതം, ആരാധനാഗീതം, കഥാപ്രസംഗം, ബൈബിൾ ക്വിസ് എന്നിവ നടന്നു. പരിപാടികളിൽ പങ്കെടുത്തവർക്കും വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്കും സമ്മാന വിതരണം നടത്തി. 2026-27 വർഷത്തിലേക്ക് പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് ജോസ് വറുതു, സെക്രട്ടറി മണി ജോയ്, ജോയിന്റ് സെക്രട്ടറി ജെസ്സി വിൽസൺ, ട്രഷറർ സണ്ണി ചെറിയാൻ തുടങ്ങി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായി. ചാവക്കാട് സ്വദേശി ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ഫാത്തിമ ഗ്രൂപ്പ് ഇ.പി. മൂസ ഹാജിയുടെ സഹോദരപുത്രനും തിരുവത്ര ഇ.പി. അബ്ദുള്ള ഹാജി അനായുടെ മകനുമായ 32 വയസ്സുള്ള അനസാണ് മരിച്ചത്. ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അബുദാബി ബനിയസ് ഖബറിസ്ഥാനിൽ നടക്കും. സുനൈന അനസ് ഭാര്യയാണ്. അനീഷ, അലാന, അഷർ എന്നിവർ സഹോദരങ്ങളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 അധ്യയന വർഷത്തിലെ SSLC ബാച്ച് സംഗമം നടത്തി. സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ശ്രീധരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ മാസ്റ്ററെ പൊന്നാടണിയിച്ച് ആദരിച്ച് മൊമെന്റോയും നൽകി. ജോൺസൺ മാസ്റ്റർ, വത്സല തുടങ്ങിയവർ സംസാരിച്ചു. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും നടന്നു. ഐനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ വിശുദ്ധ ഗിവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗിവർഗീസ് മാർ പിലക്സിനോസ് മെത്രാപ്പൊലീത്ത കൊടിയേറ്റം നിർവഹിച്ചു. ശുശ്രൂഷകൾക്ക് ഫാദർ ജോർജ് ചാക്കോ, സെക്രട്ടറി ജോൺ വി.കെ, കൈക്കാരൻ ഷാജി M.V തുടങ്ങിയവർ അടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം വഹിക്കും. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. ചെറുവത്താണി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കുറുവല്ലൂർ ഹരി നമ്പൂതിരി യജ്ഞാചാര്യനും കാളക്കാട്ട് സാവിത്രി അന്തർജനം സഹ ആചാര്യയുമാണ്. യജ്ഞവേദി പൂജകൾക്ക് ശ്രീരാം സ്വാമി കാർമ്മികനാകും. രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ ഭാഗവത പാരായണം, പ്രഭാഷണം, തത്വവിചാരം എന്നിവയുണ്ടാകും. യജ്ഞവേദിയിൽ വെള്ളിയാഴ്ച വിദ്യാഗോപാല മന്ത്രാർച്ചന, ശനിയാഴ്ച സർവൈശ്വര്യ പൂജ എന്നിവയും നടക്കും. ഞായറാഴ്ച പ്രസാദ ഊട്ടോടെ സപ്താഹം സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം കാട്ടകമ്പാൽ കുന്നത്ത് കടവ് അതിയാരത്ത് പരേതനായ അയ്യന്റെ മകൻ സദാനന്ദൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 ഐനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടക്കും. റീജയാണ് ഭാര്യ. പരേതനായ മിഥുൻ, അഷിത എന്നിവർ മക്കളാണ്. പോർക്കുളം കാരുകുളം കൂർക്കപ്പറമ്പിൽ പരേതനായ മാധവൻ ഭാര്യ ജാനു നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വസന്തകുമാരി, ഹരിദാൻ, അശോകൻ എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.